ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഡിഗ്രീൻ്റെ എക്സാമിന് പോകാനുണ്ട്. അതേപോലെ പിന്നെ മോൾക്ക് ഇന്ന് ഊണിൻ്റെ മേളം എന്ന് പറഞ്ഞ ഒരു പാഠവുമായി ബന്ധപ്പെട്ടിട്ട് 4ാം ക്ലാസ് പഠിക്കുന്ന ആൾക്ക് അപ്പോൾ ഒരു വിഭവം ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. അപ്പോൾ ഞാനിന്ന് ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തെ തന്നെ ഞാൻ എന്ത് ചെയ്ത് പത്തിരും മീൻകറിയും ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കി. അപ്പോൾ മോൾക്കുള്ള ഒക്കെ ഡബയിലാക്കി വെച്ചിക്കണ്. അപ്പോഴത്തെ മോള് ചെറുത് നീച്ച്. അപ്പോൾ ഓൾക്ക് പത്തിരിയും കറിയൊക്കെ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. തിന്നൊന്നുമില്ല, എന്നാലും ഒക്കെ അങ്ങോട്ട് വേണം ഉമ്മച്ചി പത്തിരി അപ്പം അപ്പം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേന് എൻ്റെ കോഴിക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര തിരക്ക്. വെളിച്ചം വെച്ചാൽ പിന്നെ അവർ കൂട്ടിൽ വല്ലാതെ നിൽക്കില്ല. അപ്പോൾ പുറത്ത് വിട്ട് ഓർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ കോഴിനൊക്കെ ഇപ്പം ഞാൻ സെറ്റാക്കി വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഒരാൾ അടയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് പഠിച്ചിട്ട് മോൾക്ക് വല്ലാത്തൊരാഗ്രഹം എന്തെന്ന് വെച്ചാൽ ഇലയിൽ ചോറ് വേണം കേട്ടോ എന്നും വെച്ചാന്ന് പറഞ്ഞാൽ. അപ്പോൾ ആയിക്കോട്ടെ, എന്നും ചോദിച്ചു മാത്രത്തിലല്ലേ കൊണ്ടുപോകില്ല. അപ്പം ഇന്ന് ഇലയിൽ കൊണ്ടുപോകാൻ അവൾക്കൊരാഗ്രഹം. അപ്പം ഞാൻ രാവിലെ തന്നെ ഇലയൊക്കെ എടുത്ത് വാട്ടി ഉണ്ടാക്കി. ഉണ്ടാക്കി വെച്ച ചോറും കാര്യങ്ങളൊക്കെ അതിൽ പൊതിഞ്ഞ് കവറിലൊക്കെ കെട്ടിയിട്ട് ഓൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ബീട്രൂട്ട് പച്ചടി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വാട്ടി ഇലയിലൊക്കെ ഇനിയിപ്പോൾ അത് ഉച്ചയാകുമ്പോൾ തുറന്നിട്ട് ഇങ്ങോട്ട് കഴിക്കണ സമയത്താണ് അതിൻ്റെ ആ ഒരു മണവും രുചിയും ഇങ്ങോട്ട് കിട്ടൽ. അപ്പം ചേനയാണ് ഇട്ടത്. ചേന വീട്ടിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇമ്മ നട്ടതായിരുന്നു. അപ്പോൾ അത് നല്ല വലിയ ചേന അയക്കണം. അപ്പോൾ അത് പറിച്ചപ്പോൾ എനിക്കും തന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേന പൊരിക്കണം. പക്ഷെ അവർക്ക് വരട്ടിയാലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതേമാതിരി പയറുപ്പേരുണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇന്ന് അരിഞ്ഞുകൊണ്ട് അതും സെറ്റാക്കി. ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ടാണ്. അപ്പം അങ്ങനെ എന്നും ഓൾക്ക് ഇത്ര ഒന്നും ഉണ്ടാവലില്ല കേട്ടോ. ഒന്നുകിൽ ഒരു സോയാബീൻ, അല്ലെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ് പൊരിച്ചത്, അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത്, തക്കാളി കൂട്ടാൻ, അങ്ങനെ എന്നും ഓരോ ഐറ്റംസ് എന്തിപ്പോൾ അങ്ങനെ കൂട്ടാനുകളൊക്കെ തോനെ ഉണ്ടായപ്പോൾ അവൾക്കൊരാഗ്രഹം ഇലയിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ, ഞാനും പാവമല്ലേ കുട്ടികളെല്ലാം ഒരു കഴിക്കട്ടെ. അപ്പോൾ ഓളിപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കണം. അപ്പോൾ ടൂറ് പോയി വന്നിട്ട് ഇന്നലെ ലീവായിരുന്നു. ഇന്നലെ ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിട്ട് ഇന്നപ്പോൾ സ്കൂൾക്ക് പോകണുള്ളൂ കേട്ടോ ആൾ. അപ്പം ഇനി എൻ്റെ ചെറിയ ആളെന്നിപ്പോൾ വീട്ടിൽ കണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഓളാ ഉമ്മയും ഇപ്പയും കൂടി വന്നു കണ്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ അങ്ങനെ പോണ ദിവസങ്ങളിൽ ഓളെ കൊണ്ടുപോകലാണ് അങ്ങോട്ട് വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ നിർത്താനും പറ്റില്ല. ഇക്ക അങ്ങോട്ട് എത്തിയിട്ടില്ല, പണി കഴിഞ്ഞ് വന്നിട്ട്. ഇക്ക മീൻ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആൾ പുലർച്ചെ 2 മണി 2:30 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോകും. പിന്നെ ഒരു 9:30 10 മണിക്കാണ് ആൾ വരൽ കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരമില്ലാത്ത നേരത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷത്തിലെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. എനിക്കിനി കുളിക്കാനുണ്ട്. എൻ്റെ വീട്ടിലത്തെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇക്ക വരുന്നതിൻ്റെ മുന്നായിട്ട് എനിക്ക് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് ചായ കൊടുക്കണം. ഡ്രസ്സൊക്കെ മാറ്റി പോകണം. അപ്പോൾ ടാറ്റ, എന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. ബൈ.